പ്രിയമുള്ളവരെ, ധനാഘാതകാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ധനാഘ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അറിയാവുന്നവർക്ക് പറയാം. ഇപ്പോഴും നിങ്ങളിങ്ങനെ തലമുകെട്ടിരിക്കരുത്, വിഷമാണത്. എത്ര വർഷമായി ധനാഘാതകാലം ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴതിന്റെ അർത്ഥത്തിൽ അറിയില്ലെന്ന് പറഞ്ഞാൽ മോശമാണ്, വളരെ മോശമാണ്. പിന്നെ എന്തിനാണ് ഞാൻ പ്രസംഗിക്കുന്നത്? വല്ല കാര്യമുണ്ടോ? എന്താ ധനയുടെ വാക്കിന്റെ അർത്ഥം എന്താ? സന്തോഷമായി കേട്ടേ പ്രതിഷ്ഠീകരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ എന്നിങ്ങനെയാണ്. ഈശോ തന്നെ വെളിപ്പെടുത്തുകയാണ്. ആദ്യത്തെ വെളിപ്പാട് ഉണ്ടാവുന്ന മാമോദിസ വേളയിലാണ് അല്ലേ? ഈശോ വെള്ളത്തിലേക്ക് ഇറങ്ങി കടത്തിൽ കയറിയപ്പോൾ സംഭവിച്ചു, സ്വർഗം തുറക്കപ്പെട്ടു അല്ലേ? പിന്നെന്താ സംഭവിക്കുന്നത്? സ്വർഗത്തിൽ നിന്ന് സ്വരം കേൾക്കുകയാണെന്നാണ് ഇവരെൻ്റെ പ്രിയപുത്രൻ. അപ്പോൾ അവിടെ ഒരു പ്രത്യേക കാര്യം സംഭവിക്കുകയാണ്. ഈശോ പരിശുദ്ധ തൃത്വത്തിൽ ആളാണെന്നുള്ള സഭയ്ക്ക് മനസ്സിലാവുകയാണ്. അവിടെയാണ് പരിശുദ്ധ തൃത്വം വെളിപ്പെടുത്തുന്നത് തന്നെ. പഴയ നിയമത്തിൽ പരിശുദ്ധ തൃത്വത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടില്ല. പുതിയ നിയമത്തിൽ ദൈവം പരിശുദ്ധ തൃത്വമാണെന്ന് വെളിപ്പെടുത്തുകയാണ്. സ്വർഗത്തിൽ സ്വരം ശ്രമിച്ചു, പരിശുദ്ധവും പ്രാവൻ രൂപത്തിൽ ഈശോയിലേക്ക് വരുന്ന ആര് കണ്ടു? യോഹന്നാൻ കണ്ടോ? ഈശോ പ്രാവ്, സ്വർഗത്തിൽ നിന്ന് സ്വരം, പരിശുദ്ധ തൃത്വം ഉണ്ടോ? അതാണ് വെളിപ്പെടുത്തൽ. ഇന്ന് ഈശോ വെളിപ്പെടുത്തുന്നത് എന്തായിട്ടാണ്? അടുത്ത വെളിപ്പെടുത്തല്, ഞാൻ ലോകത്തിന്റെ പാവം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ഈശോ അല്ല പറയുന്നത്, ആരാ പറയുന്നത്? യോഹന്നാനാണ്. ഈ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഏത് കാഴ്ചപ്പാടാണ്? ഈശോയുടെയും വെളിപ്പെടുത്തലിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുക. എന്താണ് വെളിപ്പെടുത്തല്? ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ നമ്മളെങ്ങനെ മനസ്സിലാക്കേണ്ടത്? ഈശോ പറഞ്ഞ വാക്കുകൾക്ക് മാറ്റമില്ല, അത് അങ്ങനെ തന്നെ നിൽക്കണം. പക്ഷെ ലോകം എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? ലോകം യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചിട്ടുണ്ടോ? അവിടുത്തെ വചനങ്ങൾ അനുസരിച്ചാണോ പോകുന്നത്? അങ്ങനെ പോകുന്നവരുണ്ട്, അങ്ങനെ ജീവിക്കുന്നവരുണ്ട്, എന്നാൽ അങ്ങനെ അല്ലാതെ ജീവിക്കുന്നവരും ഉണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തെ ആകമാനം വിലയിരുത്തുമ്പോൾ തിന്മ വർദ്ധിക്കുക എന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്, ശക്തമായ വിധത്തിൽ. നിങ്ങൾക്കറിയോ, ഒരു ദിവസം ലോകത്ത് നടക്കുന്നത് 2 ലക്ഷത്തോളം അബോർഷൻ. കൊല്ലരുത് എന്ന് ദൈവം പറഞ്ഞു. ഇന്ന് കുഞ്ഞുങ്ങൾ ഉദരത്തിൽ കൊല്ലപ്പെടുക. ഈ 2 ദിവസങ്ങളിൽ നടന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ തിന്മ വർദ്ധിക്കുകയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പ്രകടമായ വിധത്തിൽ ഒരു മരണ സംസ്കാരം ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സിനിമ ഇറങ്ങിയല്ലോ, മർക്കോ എന്നാണ് സിനിമയുടെ പേര്. കുട്ടികൾ എത്ര പേര് കണ്ടു മർക്കോ എന്ന് പറഞ്ഞ സിനിമ? കൈവഴികെ മർക്കോ. ഭാഗ്യത്തിന് പിള്ളേരെ കണ്ടില്ല. വേറെ ആരെങ്കിലും കണ്ടോ ഇവിടെ? പിള്ളേര് തനി വയലൻസ് ആണ് ആ സിനിമ. തനി വയലൻസിൽ എന്തോ കൊലപാതകങ്ങൾ എന്തൊക്കെ കാണിക്കുന്നതിനകത്ത് വയലൻസിന് എന്തോ മഹത്വമുണ്ടെന്നുള്ള ഒരു രീതിയിലാണ് ആ സിനിമ. അത് കാണുന്ന കൊച്ചുകുട്ടികളിലേക്കൊക്കെ ആ സിനിമ കൊടുക്കുന്ന സന്ദേശം എന്താ? വയലൻസാണ് കാര്യങ്ങൾ നേടാനുള്ള മാർഗം. എത്രയോ കുട്ടികൾ വഴിതെറ്റിക്കപ്പെടുന്നു അത്തരം സിനിമകൾ കണ്ട് എന്നുള്ളത്. വയലൻസ് അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം പറവൂർ കണ്ടത് ഭയങ്കര വയലൻസാണ് അല്ലേ? ഒരു പയ്യൻ എത്ര പേരെ കൊന്നത്? 3 ഒരാൾ ആശുപത്രിയിലാണ്. വയലൻസിന്റെ ഏറ്റവും പ്രാകൃതമായ രൂപമാണ് നമ്മൾ കാണുന്നത്. ഇത്തരം സിനിമകളൊക്കെ അവരെ സ്വാധീനിക്കും. അദ്ദേഹം കഞ്ചാവിന് അടിമയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മദ്യത്തിനും മറ്റ് മയക്കുമരുന്നുകൾക്കൊക്കെ അടിമയായിരുന്നു മനുഷ്യൻ. അപ്പോ പോലീസുകാരൊക്കെ അവിടെ വന്ന് അദ്ദേഹത്തെ തൂക്കി കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങളാണ് പോലീസുകാരെ. സർക്കാർ എന്താ ചെയ്യുന്നത്? ഇപ്പോഴും കഴിഞ്ഞ ദിവസം കൂടിയും ബാറുകൾ കൂട്ടാനുള്ള എല്ലാ നടപടിയുമാണ് സർക്കാർ എടുക്കുന്നത്. അപ്പോൾ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുക. പെരിയ ഇരട്ട കൊലപാതകം നമുക്കറിയാം അല്ലേ? ആ കൊലപാതകങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പക്കറ്റ് പരിപാടി ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ നിലവിൽ കാണുന്ന ഒരു രീതി. നമ്മുടെ നാടിനെ നമ്മൾ നോക്കുമ്പോൾ
വയലൻസിനെ വർദ്ധിപ്പിക്കുന്ന ഒരു രീതി, വയലൻസ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആരെ കാണുന്നത്? ഈശോ പറഞ്ഞത് എന്താണ്? ഞാൻ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകത്തിൽ പാപം വർദ്ധിച്ചു വരുമ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പക്ഷെ പ്രിയമുള്ളവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ പാപകൃത്യങ്ങളിൽ അനുദിനം ഒഴുകി ജീവിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തികൾ, അവർക്ക് ഈ രക്ഷ സ്വീകരിക്കാൻ സാധിക്കുമോ? അനുദപിച്ചില്ലെങ്കിൽ സാധിക്കില്ല. ഇതാണ് വചനം നമ്മൾ പറയുന്നത്. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സാധിക്കും. ഈശോ ലോകത്തിൽ വന്നത് ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഈശോയിൽ വിശ്വസിക്കുക എന്ന വ്യക്തികൾക്ക് മാത്രമേ രക്ഷ ഉണ്ടാവുള്ളൂ. നമ്മൾ മനസ്സിലാക്കും. അല്ലെങ്കിൽ ദൈവം അവരെ ഓർത്ത് വേദനിക്കും. കാരണം അവര് നടക്കുന്നത് നരകത്തിലേക്കാണ്. ആ വേദനയുടെ ഒന്ന് രണ്ട് ആവിഷ്കാരങ്ങളൊന്ന് പടങ്ങി നമ്മൾ കണ്ടു അല്ലേ? മോശം ചോദിക്കുകയാണ്, ഈ ജനത്തെ പ്രസവിച്ചത് അല്ലെ? നിങ്ങൾ കേട്ടില്ലേ? ഈ ജനത്തെ പ്രസവിച്ചത് ഞാനാണോ? എന്തുകൊണ്ടത്? ചെങ്കടൽ കടത്തിക്കൊടുന്നതാ ഈ ജനത്തെ. ഈജിപ്തിന്റെ അടിമത്തത്തിൽ കിടന്ന് നിറയിക്കുന്നത് കണ്ടപ്പോ ചെങ്കടൽ അവരുടെ മുൻപിൽ രണ്ടായിട്ട് മാറുന്നത് കണ്ടതാ. എന്നിട്ട് ഈ ജനം പിറുപിറുക്കാണ്. എന്ത് പറഞ്ഞോണ്ടാ? ഞങ്ങൾക്ക് ഊണ് കഴിക്കാൻ ഇറച്ചിയില്ലെന്നും പറഞ്ഞു. ഞങ്ങൾക്ക് ഊണ് കഴിക്കാൻ ഇറച്ചിയില്ല. വിഷമിക്കണം. ദൈവത്തിന്റെ ആ മഹാ അത്ഭുതങ്ങൾ കണ്ട ഈ ജനതയില് എല്ലാവരും കേട്ടോ, ചില മനുഷ്യരോ ഉണ്ടാവും, എല്ലായിടത്തും അങ്ങനെയാണല്ലോ. പക്ഷെ ഈ മനുഷ്യര് പിന്നീട് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ, ഇറച്ചി തിന്നുകൊണ്ടിരിക്കുമ്പോ ഇടിമിന്നലിട്ട് മരിക്കുന്നത് നമ്മൾ കാണാം. കർത്താവിന്റെ കോപം അവർക്കെതിരെ ജ്വലിച്ചു എന്നാണ് പഴയ നിയമത്തിൽ അതിതീക്ഷ്ണമായ ഒരു രംഗമാണ്. ദൈവത്തിന്റെ ആ കോപം ജ്വലിക്കുക. എല്ലാവരും ഇടിമിന്നലിട്ട് മരിച്ചു എന്ന് പറയുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഹെബ്രായരുടെ ലേഖനത്തിൽ എന്താണ് പറയുന്നത്? ദൈവം ഒരു വിശ്രമ ദിവസം പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ വിശ്രമത്തിലേക്ക് നിങ്ങളിൽ ചിലർ പ്രവേശിക്കുമോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ ശ്രദ്ധിച്ചു. ആ വിശ്രമ ദിവസത്തിലേക്ക് നിങ്ങളിൽ പലർ പ്രവേശിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കണ്ടോ പ്രിയമുള്ളവരെ, നമ്മൾ ഈ വർഷം മാർപ്പാപ്പ പ്രത്യാശയുടെ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അല്ലേ? പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് നമ്മൾ ജീവിക്കണം. അതാണ് മാർപ്പാപ്പ പറയുന്നത്. ഈ പ്രത്യാശ സ്വർഗരാജ്യത്തിന്റെ പ്രത്യാശയാണ്. ഈ പ്രത്യാശ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത് ആ വ്യക്തി ഈശോയെ രക്ഷകനാഥനുമായിട്ട് സ്വീകരിക്കപ്പെടണം. ഇനി മറ്റു മതസ്ഥരെ പറ്റി പറയുകയാണെങ്കിൽ അവരവരുടെ മനസ്സാക്ഷിയുടെ സ്വരമനുസരിച്ച് ജീവിക്കുമ്പോഴാണ്, നീതി ന്യായം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ്, സത്യത്തിന് സാക്ഷ്യം വഹിച്ച് ജീവിക്കുമ്പോഴാണ്. അതുകൊണ്ട് തോന്നിയ പോലെയൊക്കെ ജീവിച്ചിട്ട് ഈ അക്രമങ്ങളിലൊക്കെ യഥേഷ്ടം ഒഴുകി തങ്ങളുടെ സുഖാനുഭവങ്ങള് മുമ്പിൽ ഒരു കുറവ് വരുത്താണ്ടൊക്കെ ജീവിച്ചുകൊണ്ട് ഈ കർത്താവ് യേശു ഞങ്ങൾക്ക് വേണ്ടി മരിച്ചില്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് രക്ഷ കിട്ടുമെന്നൊക്കെ ആരെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാണെങ്കിൽ അവൻ വിഡ്ഢിയുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു ക്രിസ്തീയ ജീവിത ശൈലി നമുക്ക് വേണം. അതാണ് അന്നത്തെ കുർബാനയ്ക്ക് മുമ്പ് ഞാൻ പറഞ്ഞത്. ക്രിസ്തീയ ജീവിത ശൈലി എന്താണത്? അന്ധകാരത്തിന്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കുചേരരുത്, പകരം അവയെ കുറ്റപ്പെടുത്തുന്നില്ല. അതാണ്. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് സ്വീകരിക്കാം. ഈ ലോകം ഇങ്ങനെയൊക്കെ തന്നെ പോകുള്ളൂ, എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ ക്രിസ്തു രണ്ടാമത്തെ ആഗമനം അടുത്തിരിക്കുന്നു. അത് നമുക്ക് ഏതാണ്ടൊക്കെ സൂചനകളൊക്കെ കിട്ടി തുടങ്ങിയത്. അതിൻ്റെതായ അന്തചിത്രങ്ങളും അതിൻ്റെതായിട്ടുള്ള ഭിന്നതകളും, രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ജനതകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഭൂകമ്പങ്ങൾ, ക്ഷാമങ്ങൾ, പട്ടിണി, ഇതെല്ലാം കൂടി വരിക. നിങ്ങൾക്കറിയാം, വെറുതെ എന്ന മാർപ്പാപ്പ ഈ വർഷം പ്രത്യാശയുടെ വർഷമായിട്ട് പ്രഖ്യാപിച്ചത്. ആ പ്രാർത്ഥന നമ്മൾ അവസാനം 3 ദിവസം കുർബാന കഴിയുമ്പോൾ, കുർബാനയ്ക്ക് അറിയിപ്പ്
കഴിയുമ്പോൾ നമ്മൾ ജൂബിലി തിരികെ എത്തിക്കും. അപ്പോൾ പ്രത്യാശയുടെ വർഷമായിട്ട് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. വെറുതെ അത് പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ ജൂബിലി തിരികെ എത്തിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ പ്രാർത്ഥന ശ്രദ്ധിക്കണം. ഈശോയുടെ രണ്ടാമത്തെ ആഗമനം അടുത്തിരിക്കുന്നു. ആ ഒരു ധ്വനിയുള്ള പ്രാർത്ഥനയാണ് ആ ജൂബിലി പ്രാർത്ഥന. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളൊക്കെ തീർത്ഥാടകരാണ് കേട്ടോ. നമ്മൾ ഈ ലോകത്ത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എത്ര നാളൊന്നും നമുക്കില്ല. പക്ഷേ ഈ ലോകത്ത് ക്രിസ്തുവിൻ്റെതായി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് വചനം നമ്മളോട് പറയുന്നത്. ക്രിസ്തുവിൻ്റെതായി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. വചനം പറയുകയാണ്, എൻ്റെ ആടുകൾ എന്നെ അറിയുന്നു, ഞാൻ അവയെ. അങ്ങനെ ആടുകളായിട്ട് മാറാനായിട്ട് ഉള്ള ക്ഷണമാണ് നമുക്കുള്ളത്. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോഴും മറ്റു തരത്തിൽ ജീവിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നു. നമുക്ക് വിഷമമുണ്ട്, ദുഃഖമുണ്ട്, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിലുപരി നല്ല മാതൃകകൾ കാണിച്ച് നമുക്ക് ലോകത്ത് ജീവിക്കാം. കാരണം നമ്മുടെ ജീവിതം വ്യർത്ഥമാകരുത്. നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ എത്തുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്, ദൈവത്തിന് സന്തോഷം ഉണ്ടാകുന്നത്. ആ ലക്ഷ്യം ഇതാണ്. ലോകസ്ഥാപനത്തിന് മുമ്പ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ സ്വർഗരാജ്യത്തിൽ ചെന്ന് പറ്റുക എന്നല്ലാതെ മറ്റൊരു ലക്ഷ്യവും നമുക്കില്ല. അതിന് ഈ ജൂബിലി വർഷം കൂടുതൽ നമ്മളെ സഹായിക്കട്ടെ. തിന്മയ്ക്കെതിരെ ജാഗ്രത പുലർത്തി കൂടുതൽ നന്മ പ്രവൃത്തികൾ ചെയ്യാൻ സ്വർഗരാജ്യത്തെ പ്രതി ആ ഒരു തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ ഉണർത്തട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ